കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തന്ന അനൂസ് ഫുട്പാത്ത്, അന്ന ഗ്രേസ് ഓസ്റ്റിൻ ഇവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവരുടെ ഒരു വിസ സ്കാം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലും ന്യൂസിലൊക്കെ വന്ന് അത്യാവശ്യം വൈറലായതായിരുന്നു. അപ്പോൾ ഈ അന്ന ഗ്രേസ് ഓസ്റ്റിൻ്റെ ഇപ്പോഴത്തുള്ള വീഡിയോസിനകത്ത് നമ്മുടെ നാട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2 മോഡൽസ് മരിച്ച ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളാരും മറന്നു കാണില്ല അല്ലേ? നമ്പർ 18 ഹോട്ടൽ കൊച്ചിൻ. അപ്പോൾ ആ വിഷയമായിട്ടൊക്കെ ഇതിൻ്റെ കണക്ഷൻ എന്താണ്, എന്ത് രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കുറേ ഡൗട്ട്സ്, അങ്ങനെയൊക്കെയാണ് കുറേ പേര് എനിക്ക് ഈ ഒരു കോണ്ടൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയച്ചു തന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവരിട്ട 1-2 വീഡിയോകളിലേക്ക് പോവാം. ഞാനൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്ക് എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ? ഇരേനെ അപമാനിച്ചു, രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പൊക്കെ പിടിച്ച് അറസ്റ്റൊക്കെ ആയോ? 2021 ഒരു പ്രമുഖ കേസ്, വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളായിട്ട് മുമ്പോട്ട് ഞാൻ വന്ന്. കുറേ ഇരകൾ വരുമായിരുന്നു, അവർക്ക് നീതി കിട്ടുമായിരുന്നു, മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിനകത്ത് 3-ാം പ്രതി ഒളിവിൽ നിന്നുകൊണ്ട് പരാതിക്കാരിയായ എൻ്റെ പേരും സ്വദേശവും ഒക്കെ എടുത്ത് തന്നെ ഭയങ്കരമായി വ്യക്തിഹത്യ ചെയ്തു. അന്ന ഗ്രേസ് ഓസ്റ്റിൻ സേവ്യർ എന്ന ഇടപ്പട്ടി വയനാട്ടുകാരിയായിട്ടുള്ള ബുദ്ധിമതിയായ പ്രതിയാണ്. കാരണം എന്താണെന്നറിയോ, കൂടുതൽ ഇരകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ വ്യക്തിഹത്യ പേടിച്ചാണ് പലരും ഇതിനു മുമ്പിലൊന്നും വരാത്തത്. പക്ഷെ അന്ന് ഞാൻ പരാതി കൊടുത്തിട്ട് ആ പരാതി ഇന്നും കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ്. പക്ഷെ എപ്പോഴും എന്നെ കോടതി വിളിക്കും, ഞാൻ പോകും, പ്രതിഭാഗം വക്കീൽ കുറു എന്തൊക്കെയോ പറയും, ഭയങ്കരമായിട്ടും വ്യക്തിഹത്യ ചെയ്യും. വണ്ടിക്കൂലി പോലും കയ്യിൽ നിന്ന് മുടക്കുന്ന നഷ്ടമാണ്. അവർക്ക് വല്ല ഫൈനൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ കണ്ടറിയാം. ഞാൻ എല്ലാവരോടും ചോദിച്ചപ്പോൾ പറഞ്ഞു ചിലപ്പോൾ വല്ല ഫൈനൊക്കെ കിട്ടിയാലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ എന്താ സംഭവം നോക്കി, ഇരട്ട നീതി എന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ? ഉറങ്ങിയ പോലെ അഭിനയിച്ച് അവിടെ കിടന്നേക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു വീഡിയോ. ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഇവരുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൺ ഇവർക്ക് ലൈഫ് ത്രെട്ട് ഉണ്ട് എന്ന് പറഞ്ഞ വീഡിയോസ് വരെ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ദുരൂഹ സാഹചര്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന ഗ്രേസിന് അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഈ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഒരുപാട് വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ പറഞ്ഞു, ഞാനും ഇവരുടെ ഒരു വിസ സ്കാം വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് വിസ സ്കാം. നിങ്ങളൊരു ദിവസം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു വിസ സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസെങ്കിലും വരാതിരിക്കില്ല. നാട്ടിൽ ഒരുപാട് സിസ്റ്റം ഉണ്ട്, സിസ്റ്റം അഡ്വാൻസ്ഡ് ആണ്. ബട്ട് സ്റ്റിൽ ആളുകൾ പോയിട്ട് ഈ പുറത്ത് പോകണം എന്നുള്ള ആ ഒരു സാധനം തലയിൽ വെച്ചിട്ട് ആർക്കെങ്കിലും കൊണ്ടുപോയി പൈസ കൊടുക്കും, അവസാനം സ്കാം പോയി പെടും. സോ നാട്ടിലിങ്ങനെ കുറേ വരുന്നുണ്ട്. അപ്പം ഞാനൊക്കെ വീഡിയോ ചെയ്യുന്നത് മോസ്റ്റ് മെജോറിറ്റി ഈ ന്യൂസിൽ വരുന്ന കോണ്ടൻറ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസ്, പിന്നെ നമുക്ക് ഇതിനൊക്കെ ലീഡ്സ് കിട്ടുന്നതും ന്യൂസുകാരുടെ കയ്യിൽ നിന്നും റിപ്പോർട്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും നമുക്ക് അയച്ചു തരുന്നത് അങ്ങനെ. അപ്പോൾ എന്താണെങ്കിലും ഈ അന്ന ഗ്രേസിൻ്റെ കേസിലും ഞാൻ ന്യൂസ് വന്ന സമയത്തും അതിൻ്റെ FIR വരെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ അന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ആ ഒരു കോണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ് അന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ലേറ്റർ ഓൺ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് പേര് ഇവരുടെ വീഡിയോ ഷെയർ ചെയ്തതിന്, ചേട്ടാ ഇതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ട് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ചെയ്ത സമയത്ത് അവരുടെ ആ ഒരു ദേഷ്യം സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അന്ന് വീഡിയോ ചെയ്ത സമയത്ത് എന്നെ ഒന്ന് ചോദിക്കായിരുന്നു, എന്നോട് ഒന്ന് പറയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോർഷൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ന്യൂസിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ന്യൂസ് ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുമാണ് അതിൻ്റെ വാട്ട് ഈസ് പാസ്റ്റ്, എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ അതിൽ ഡീപ്പ് ഇൻസൈഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ ഒരു വിഷയത്തിൽ വിസ സ്കാം എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് പേഴ്സണലി ഇങ്ങനൊരു പണി തരാൻ വേണ്ടിയുള്ളൊരു എലമെൻ്റ് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, യു ക്യാൻ ടെൽ മീ നൗ എന്ന് പറഞ്ഞ സമയത്ത് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ News 18 റിലേറ്റഡ് ആയിട്ട് അന്ന് നടന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇവർ കൊടുത്ത മൊഴികൾ, ഇവരുടെ കയ്യിലുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെളിവുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. മനസ്സിലായോ? ഈ ഒരു വിസ സ്കാം ഇവരുടെ തലയിലേക്ക് വെച്ച് കൊടുത്തത് തന്നെ ഈ News 18 കണ്ണികളായിട്ടുള്ള കുറേ ടീമുകൾ പൈസ ഓഫർ ചെയ്ത് ആ ലേഡിക്ക്, ആരാണോ ഈ ലേഡിക്കെതിരെ കേസ് കൊടുത്ത് ആ ലേഡിക്ക് പൈസ ഓഫർ ചെയ്ത് 10 ലക്ഷം കണ്ട് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വെച്ച കെണിയാണെന്നുള്ളതൊക്കെയാണ് ഇവരെന്നോട് കൺവേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് വാസ് ദാറ്റ് ഇൻസിഡൻറ്റ്. ഇപ്പോഴും ഇവർ ഇത്രത്തോളം വേട്ടയാടപ്പെടുന്നു, അല്ലെങ്കിൽ ഇവരുടെ ജീവന് വരെ ഭീഷണിയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇവരുടെ വർക്കിന്, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും. ഓക്കെ, ഇവരൊരു അബ്രോഡ് കൺസൾട്ടൻ്റ് ആണ്, ജോബല്ല സ്റ്റഡീസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്, ജോബൊക്കെ ചെയ്ത് വള്ളി പിടിച്ചു എന്ന് അവരുടെ വീഡിയോസിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴും ഇവരെ തീർക്കണം, ഇവരെ ഇല്ലാതാക്കണം എന്നുള്ളത് ആരുടെ ഉദ്ദേശമാണ്? ആർക്കൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ഇവരില്ലായ്മ, ലൈക്ക് ഇല്ലാതാവണം
എന്നുള്ളൊരു സംഗതി ഉള്ളതെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ. അപ്പോഴാണ് നമ്മൾ പഴയ ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കേണ്ടത്. ഇനി ആർക്കെങ്കിലും ഈ നമ്പർ 18 ഹോട്ടലിൻ്റെ ആ ഒരു 2 മോഡൽസ് മരിച്ച ന്യൂസിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ബാക്കിലോട്ട് പോയി നോക്കാം. ഇക്കഴിഞ്ഞ ഒക്ടോബർ 31 വൈകുന്നേരം മുൻ മിസ് കേരള ആൻസി കബീറും റണ്ണറപ്പായിരുന്ന അഞ്ജന ഷാജനും സുഹൃത്തുക്കളായ ആഷിഖിനും അബ്ദുൾ റഹ്മാനുമൊപ്പം ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിലേക്ക് പോയി. വൈകിട്ട് 7 മണിയോടെ എത്തിയ ഇവർ 8 മണിയോടെ മുകളിലത്തെ നിലയിലുള്ള പാർട്ടി ഹാളിലെത്തി. രാത്രി 10:45 അവിടെ നിന്നിറങ്ങി നേരെ ബാറിലേക്ക്. 12 മണിയോടെ സുഹൃത്തുക്കൾക്കൊപ്പം മടക്കം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കാറിൽ കുണ്ടന്നൂരിലേക്ക്, തുടർന്ന് വൈറ്റില, അവിടെ നിന്ന് കാക്കനാടേക്ക് പോകുമ്പോഴാണ് പാലാരിവട്ടത്തിനടുത്ത് ബൈപ്പാസിൽ അപകടം. പെട്ടെന്നുള്ള ഇടിയിൽ നമ്മൾ തെറിച്ച് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. പക്ഷെ വണ്ടിക്ക് എന്തായാലും സ്പീഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ മിററിലോ ഒന്നും കാരണം കണ്ടിട്ടില്ല. പിന്നെ റോഡ് വിജനായിരുന്നു. കേരളപ്പിറവി ദിനം രാവിലെ കേരളം കേട്ടത് ഈ ദുരന്ത വാർത്തയാണ്. സാധാരണ അപകടമരണം എന്ന നിലയിലായിരുന്നു തുടക്കത്തിൽ പോലീസ് അന്വേഷണം. വാഹനം ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ നന്നായി മദ്യപിച്ചിരുന്നതായി വൈദ്യപരിശോധനയിൽ വ്യക്തമായി. വാഹനത്തിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പികളും കിട്ടി. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടായ അപകടമെന്നെഴുതി കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നതിനിടെയായിരുന്നു ട്വിസ്റ്റ്. രാത്രി 12 മണിക്ക് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഒരു ഓഡി കാർ തങ്ങളെ പിന്തുടർന്നിരുന്നു എന്നാണ് അബ്ദുൾ റഹ്മാന്റെ മൊഴി. കുണ്ടന്നൂർ ജംഗ്ഷനിലെത്തിയപ്പോഴും അവർ തങ്ങളെ തടഞ്ഞു നിർത്തി. പിന്നീട് വൈറ്റില ഭാഗത്തേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ പലപ്പോഴായി ഈ വാഹനം തങ്ങളെ ചേസ് ചെയ്തെന്നും അതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നുമാണ് അബ്ദുൾ റഹ്മാൻ പോലീസിനോട് ആവർത്തിച്ചത്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയെന്ന കേസിൽ രക്ഷപ്പെടാൻ അബ്ദുൾ റഹ്മാന് കിട്ടിയ നിയമോപദേശത്തെ തുടർന്നാണ് ഇത്തരമൊരു മൊഴിയെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. എന്നാൽ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംശയമുന നമ്പർ 18 ഹോട്ടലിലേക്ക് നീണ്ടത്. അപകട മരണമെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളാണ് സംശയമുണ്ടാക്കിയത്. ഹോട്ടലിൽ പരിശോധന നടത്തിയ പോലീസിന് പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങൾ കിട്ടിയില്ല. DJ നടന്ന പാർട്ടി ഹാളിലെയും അതിനോട് ചേർന്ന ഇടനാഴിയിലെയും ലോബിയിലെയുമെല്ലാം ദൃശ്യങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായി. സംഭവം നടന്നതിന് തൊട്ടടുത്ത ദിവസം ഹോട്ടൽ ഉടമയായ റോയി വയലാട്ടിന്റെ നിർദ്ദേശപ്രകാരം അത് അഴിച്ചുമാറ്റിയെന്ന് ജീവനക്കാർ തന്നെ മൊഴി നൽകി. ഇതോടെയാണ് അപകടമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതല്ല ഈ സംഭവമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടത്. ഈ മരത്തിൽ വാഹനമിടിച്ചാണ് മുൻ മിസ് കേരളയും സുഹൃത്തുക്കളും അപകടത്തിൽപ്പെട്ടത്. അപകട മരണം എന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും ചില അവ്യക്തതകൾ ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇവരുടെ വാഹനത്തെ പിന്തുടർന്നത് കാക്കനാട് സ്വദേശിയായ സൈജു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളും DJ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. പാർട്ടി കഴിഞ്ഞിറങ്ങിയ ആൻസി കബീർ അടക്കമുള്ളവരോട് വാഹനം ഓടിച്ചു പോകേണ്ട നമ്പർ 18 തന്നെ മുറിയെടുത്ത് താമസിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് കേൾക്കാതെ യുവതികളും സുഹൃത്തുക്കളും മടങ്ങുന്നു. സൈജു തന്റെ ഓടിക്കാറിൽ ഇവരെ പിന്തുടരുന്നു. കുണ്ടന്നൂർ ജംഗ്ഷനിൽ വാഹനം തടഞ്ഞു നിർത്തി ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെടുന്നു. മുന്നോട്ടു പാഞ്ഞ അബ്ദുൾ റഹ്മാനെയും സംഘത്തെയും സൈജു വീണ്ടും പിന്തുടർന്നു. പിന്നാലെയായിരുന്നു അപകടം. ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ കേസിൻ്റെ ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ. പണ്ടത്തെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിൽ ഏഷ്യാനെറ്റ് ചെയ്തൊരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നാണ്. ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ, പഴയ സാധനങ്ങളൊക്കെ എന്തായാലും പൊടി തട്ടി പുറത്ത് വന്നിട്ടുണ്ടാവുമല്ലോ. അന്ന് ഇന്ന് അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഈ കേസ് ഒരുപാട് മിസ്റ്ററിയാണ്. കൊച്ചി ബേസ്ഡ് ആയിട്ട് പല ഹോട്ടലുകളിലും പല പാർട്ടികളിലും നടക്കുന്ന ലഹരിയുടെ ഒഴുക്ക്, അവിടെ നടക്കുന്ന ശരീരക്കച്ചവടം, ഈ വിഷയങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെങ്കിൽ പോലീസിനോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനോ ഒന്നിച്ച് ഇതിനൊരു എന്താ പറയുക എൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാവുന്ന രീതിയിലുള്ളൊരു കേസായിരുന്നു. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മിസ് കേരളയായിട്ടുള്ള ഒരു ലേഡി, റണ്ണറപ്പായിട്ടുള്ള വേറെ ലേഡി, ഹൈ പ്രൊഫൈൽഡായിട്ടുള്ള 2 മോഡൽസ്, ഇവരുടെ ഒരു എന്താ പറയുക മരണം സംഭവിച്ച സിറ്റുവേഷൻ തന്നെ ഭയങ്കര ദുരൂഹമാണ്. മനസ്സിലായോ? പാർട്ടിയിൽ ആരൊക്കെയോ ഇവരെ ഫോളോ ചെയ്യുന്നു, ഇവർ പേടിച്ചിറങ്ങി ഓടുന്നു, വഴിയിൽ ഒരാൾ പിടിച്ചു നിർത്തുന്നു. ഇതിൽ ആരുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ്, ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ കേസ് ഈ രീതിയിലേക്ക് കുഴി കുത്തി മൂടിയത് എന്നുള്ളതും അറിയാൻ പാടില്ല. കാരണം നമ്പർ 18 ഹോട്ടലിൽ ആഫ്റ്റർ കൊറോണയുടെ ആ ഒരു കൊറോണയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞതിന് ശേഷം കുറേ റിലാക്സേഷൻസ് കിട്ടിയല്ലോ, പാർട്ടി നടത്താൻ മറ്റേ ചെയ്യാം. ആ ഒരു ടൈമിലുണ്ടായ ഒരു തരം ഒരു തിളപ്പുണ്ട്. മനസ്സിലായോ? അതിനിടയിൽ ആരൊക്കെയാണ് ഈ നമ്പർ 18 ഇപ്പോൾ പലരും റൂം എടുത്ത് കാണും, പല ഹൈ പ്രൊഫൈൽഡ് സെലിബ്രിറ്റീസ് കാണും അതിനകത്ത്.
ചിലരൊന്നും അവരുടെ യഥാർത്ഥ പേരിലായിരിക്കില്ല, പക്ഷേ CCTV വിഷ്വൽസിനകത്ത് അവരുടെ മുഖമുണ്ടാവും. ആ പാർട്ടിക്ക് ആരൊക്കെ ഏതൊക്കെ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അത് സിനിമാക്കാരെന്ന്, സെലിബ്രിറ്റി പറഞ്ഞാൽ സിനിമാക്കാർ മാത്രമല്ല, രാഷ്ട്രീയക്കാർ കാണാം, ബിസിനസ്സുകാർ കാണാം, അങ്ങനെ പലരും കാണാം. അപ്പോൾ ഈ ഒരു കേസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഇപ്പോഴും പലരും സംസാരിക്കുമ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ, ഇപ്പോൾ ഞാൻ ഈ അടുത്ത് VD സതീശൻ സംസാരിച്ച സമയത്ത് ഞാൻ പറയുന്നത് കേട്ടു, ഒരു പോഡിനകത്ത് ലഹരി ഒഴുകുകയാണ് കൊച്ചിയിൽ ലഹരി കച്ചവടം ഭയങ്കരമായിട്ട് കൂടുതലാണ്, ഒഴുകുകയാണ്. ഇത് ഒഴുകി അല്ലെങ്കിൽ ഇത് വരുന്നുണ്ട്. ഒരടുത്ത് നമ്മൾ കണ്ടാണ് ഇപ്പോൾ അടുത്ത് ലഹരി പിടിച്ച് ഭയങ്കരമായ പിടുത്തമായിരുന്നു. ബട്ട് സ്റ്റിൽ ഇതൊക്കെ ഇപ്പോഴും ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേറൊരു വേർഷൻസ് ഒക്കെ ഇപ്പോഴും കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ട് മെട്രോ സിറ്റീസിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ പലരുടെയും ലൈഫ് പോകുന്നുണ്ട്, പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷേ പ്രോപ്പറായിട്ട് ഇതെല്ലാം ഒതുക്കാൻ പറ്റുന്ന രീതിയിലൊരു കേസ് കയ്യിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താവുന്ന ഒരു സിറ്റുവേഷൻ മുന്നിൽ നിൽക്കുമ്പോൾ അതിനൊന്നും പോവാതെ ഇവിടെ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എന്തിനൊക്കെയോ വേണ്ടിയിട്ട് എല്ലാം കുഴികുത്തി മൂടുന്നൊരു സിസ്റ്റം റൺ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, നമുക്കറിയാം. ഇനി ഇതും അന്ന ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഇവരും തമ്മിൽ എന്ത് ബന്ധം, അല്ലെങ്കിൽ ഇതും എങ്ങനെ റിലേറ്റ് ആവുന്നു ഇവരെയായിട്ട് എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കും. അതിനുള്ള ഉത്തരവാണ് അവരുടെ റീലിൽ അന്ന് ഇപ്പം ഞാൻ ആദ്യം പ്ലേ ചെയ്തത്, അവർ കുറച്ച് ദിവസം മുമ്പ് ഇട്ടത്. അതായത് ഇവർ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. ഈ മോഡൽസ് അപകടത്തിൽപ്പെടുന്ന ഈ പാർട്ടി നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ കോഴിക്കോട് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ ഇവരെയും കൊണ്ട് കുറച്ച് ആളുകളെ പരിചയപ്പെടാൻ ബിസിനസ് പരമായിട്ടുള്ള മീറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞിട്ട് ഇതേ നമ്പർ 18 ഹോട്ടലിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അവിടെ നിന്ന് അവർ കണ്ട അവരുടെ കുറേ അനുഭവങ്ങൾ, അവരവിടെ നിന്ന് കണ്ട ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരവിടെ നിന്ന് എടുത്ത വിഷ്വൽസ് ഉണ്ട്. ഈ മോഡൽസ് മരിക്കുന്ന രാത്രിയിൽ നടന്ന പാർട്ടിയുടെ സിമിലർ ആംബിയൻസ്, സിമിലർ വൈബ്, സിമിലർ കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ ഈ അന്ന പോയി പെട്ടപ്പോൾ അന്ന അവിടെ നിന്ന് കണ്ടതും എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ പോലീസിനോട് പറയാനും കൊടുക്കാനും അന്ന റെഡി ആകുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്നുള്ളത് പൊതുജനത്തിന് അറിയാനുള്ളൊരു വഴി കിട്ടിയിരുന്നത്. അത് പോലീസുകാരും അന്നേൻ്റെ കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇപ്പോൾ ഈ കാര്യങ്ങൾ എന്താണെങ്കിലും ഓബ്വിയസ്ലി അവർ എനിക്ക് തോന്നുന്നത് തെളിവോ കാര്യങ്ങളോ അന്ന് പോലീസിന് കൈമാറിയിരുന്നെങ്കിൽ, വിഷ്വൽസും കാര്യങ്ങളും, ഇവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, അന്ന് പോയ സമയത്ത് അവിടെ വിഷ്വൽസ് എടുത്ത് കാണും, കൈമാറിയിരുന്നെങ്കിൽ ഇന്നത് വേറെ രീതിക്ക് പോകുന്നു. ഇതിപ്പോഴും അവരെ കയ്യിലുണ്ട് എന്നുള്ള പേടി കൊണ്ടായിരിക്കണം ഇവരെ തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും പലരും പിന്നാലെ നടക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഓക്കെ, അന്ന് ഇവർ റിപ്പോർട്ടറിന് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഞാൻ കാലിക്കറ്റ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലുള്ള ബിസ് യൂണിക്കോൺ എന്ന് പറയുന്ന കമ്പനീൻ്റെ ഒരു MD ഉണ്ട്, 25 വയസ്സുള്ള അഞ്ജലി റിമാദേവ്. അവർ നമ്മളൊരു ബിസിനസ് മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ആദ്യത്തെ ദിവസം നമ്മളൊരു ആഡംബര ഹോട്ടലിൽ താമസിപ്പിച്ചു. അന്ന് രാത്രി നമ്മളോട് പറഞ്ഞു ബിസിനസ് മീറ്റ് ഉണ്ട്, ഇൻവെസ്റ്റർ മീറ്റ് ഉണ്ട്, അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടാവും, നമുക്ക് ഡിന്നർ ഒന്നിച്ചാണെന്ന് പറഞ്ഞാൽ നമ്മളോട് ക്രൗൺ പ്ലാസയിലേക്ക് ആദ്യം അഞ്ജലി പോയതിന് പിന്നാലെ ഞാൻ ഉൾപ്പെടുന്ന 3-4 കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, ആദ്യം മീറ്റിംഗ് പറഞ്ഞിരുന്നെങ്കിലും രാവിലെ തൊട്ട് പോകാൻ റെഡി ആയിരുന്നെങ്കിലും മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാത്രി 9:30 ആയപ്പോൾ വിളിച്ചുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടില്ല, എല്ലാവരും വേഗം റെഡി ആക്കിയോ എന്ന് പറഞ്ഞു. ഒരൊറ്റ വണ്ടിയിൽ തന്നെ ടാക്സി പിടിച്ച് നമ്മളെല്ലാവരും അതിനകത്ത് കുത്തി നിറച്ച് ആദ്യം ഈ പറയുന്ന പോലെ തന്നെ കൊച്ചിയിലുള്ളൊരു ആഡംബര ഹോട്ടലിൽ താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാത്രി ആയപ്പം ഇന്നൊരു ഇൻവെസ്റ്റർ മീറ്റ് ഉണ്ട്, അവരാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം അവരാണ്, അപ്പോൾ നമുക്ക് മീറ്റിങ്ങിന് പോകാൻ റെഡി ആവണമെന്ന് പറഞ്ഞു. അഞ്ജലി ആദ്യം പോയിട്ട് പിന്നെ നമുക്ക് പോകാൻ വേണ്ടി ടാക്സി പറഞ്ഞു വിടുക ചെയ്തത്. അപ്പം തന്നെ ഏകദേശം ഒരു 9:30-10 മണി ആയിരുന്നു. എന്നിട്ട് ആദ്യം നമ്മളോട് ടാക്സി ഡ്രൈവറോട് പറഞ്ഞാൽ നമ്മൾ ക്രൗൺ പ്ലാസയിൽ കൊണ്ടുവിടാനാണ്. അങ്ങനെ നമ്മൾ ക്രൗൺ പ്ലാസയിൽ ഇറങ്ങിയപ്പോൾ അവിടെ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മാത്രം ആദ്യം ഇറങ്ങി, എൻ്റെ കൂടെയുള്ള കുട്ടികൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. ഇറങ്ങി ചെന്ന് അപ്പോഴാണ് അവിടെ വെച്ചാണ് ഷൈജു തങ്കച്ചൻ എന്ന് പറഞ്ഞ ആളെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞു, ആദ്യം കസിനാന്ന് പറഞ്ഞു, പിന്നെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞു. അവിടെ നിന്ന് വേറെ യുവാക്കളുണ്ടായിരുന്നു ഇവരുടെ കൂടെ. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഷൈജു തങ്കച്ചൻ ചോദിച്ചു ബാക്കിയുള്ള ഗേൾസ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ വണ്ടിക്കകത്തുണ്ടായിരുന്നു, എല്ലാവരും വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഷൈജു തങ്കച്ചൻ്റെ വണ്ടിയിലേക്ക് കയറി. ഓടിയിൽ ക്രൗൺ പ്ലാസയിലാണ് മീറ്റിംഗ് എന്ന് പറഞ്ഞെങ്കിലും അവിടെ നിന്നല്ല, അവിടെ ക്യാൻസൽ ചെയ്തു, വേറൊരു സ്ഥലത്താണ്, വേറെയും കുറച്ച് ആളുകൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. ഷൈജുവിൻ്റെ കാറിൽ, അതായത് ഈ മോഡൽസിനെ പിന്തുടർന്ന അതേ വണ്ടിയിൽ തന്നെ നമ്മളെ നമ്പർ 18ലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. പക്ഷേ നമ്പർ 18 ഒരു പബ്ബാന്നോ അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പം പോകുന്ന വഴിക്ക് തന്നെ ഷൈജു വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, റോയിച്ചായ ഞാൻ 5-6 ഗേൾസിനെയും കൊണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിലും നമുക്ക് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. അവിടെ എത്തി നേരെ നമ്മളെ നമ്പർ 18ൽ കൊണ്ടിറക്കി അവിടെ റിസപ്ഷനിൽ ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പാർട്ടി ഹാളിലേക്ക്, അതേ ഫ്ലോറിൽ തന്നെയുള്ള പാർട്ടി ഹാളിലേക്ക് കയറ്റി അതിൻ്റെ ദൃശ്യങ്ങളൊന്നും പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തേക്ക് കാണാൻ പറ്റില്ല, ഡബിൾ ഡോർ ആയിരുന്നു. അങ്ങനെ അകത്ത് കയറി പാർട്ടി ലൈറ്റൊക്കെ ആയിരുന്നു. അകത്തെന്താ നടക്കുന്നത്, ആരൊക്കെ ഉള്ളതെന്നൊന്നും നമുക്ക് ആദ്യത്തെ ഒരു നോട്ടത്തിൽ മനസ്സിലാവില്ല. ആദ്യത്തെ ഒരു
5 മിനിറ്റ് ആരെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ സെലിബ്രിറ്റീസിനൊക്കെ ഞാൻ അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഞാൻ കുറേ ഫോട്ടോസ് വീഡിയോസ് എടുത്തു. അപ്പോൾ അവിടുത്തെ ട്രോൾമാൻ വന്നിട്ട് പറഞ്ഞു ഇതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ത്രെട്ടൺ ചെയ്തു. അപ്പോൾ എടുത്ത 2 എണ്ണം ഞാൻ ഡിലീറ്റ് ചെയ്ത്, കുറച്ചെണ്ണം എൻ്റെ കയ്യിലുണ്ട് തന്നെ സെലിബ്രിറ്റീസിൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ എടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് കോള തന്ന് അത് കുടിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും വേണ്ടാന്ന് ഞങ്ങൾ പറയാൻ കാരണം അവിടെ തന്നെ അതിൻ്റെ ഒരു മൂലയ്ക്കായിട്ടൊരു ഇതിൽ കോർണറിൽ ഒരു ലേഡി കുറേ പേർക്ക് മദ്യം ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് എന്തോ ചേർത്തിട്ടുണ്ടാവുമോ, നമ്മൾ കുടിക്കുന്നതാന്ന് വിചാരിച്ചെന്നൊക്കെ ഓർത്തിട്ട് നമ്മളത് തിരസ്കരിച്ച് വേണ്ടാന്ന് തന്നെ പറഞ്ഞെങ്കിൽ അഞ്ജലിയും ഷൈജുവും ഞങ്ങളുടെ പുറകെ നടന്നു ഇത് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുടിച്ചില്ല. അത് കഴിഞ്ഞ് അഞ്ജലീനെ പിന്നെ കാണുന്നില്ല. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പം അഞ്ജലിയും റോയിയും കൂടെ കയറി വന്നു. അഞ്ജലിയും റോയും കൂടെ കയറി വന്നിട്ട് റോയി നമ്മളെ ഭയങ്കര പരിചയമുള്ള പോലെയൊക്കെ നമ്മളോട് ബിഹേവ് ചെയ്തു. ഡാൻസ് കളിക്കാനൊക്കെ നിർബന്ധിച്ചു, ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു ഡാൻസ് കളിക്കാനൊക്കെ, ഞങ്ങൾ പോയില്ല. അഞ്ജലി ഈ അന്ന പറയുന്ന കാര്യങ്ങളിലെ ഏറ്റവും വലിയ വില്ലത്തി. ഓക്കെ, അഞ്ജലിയുടെ കമ്പനിയിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ PR പോലെ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു PR കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫ്ലുവൻസറിനെ ഹയർ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ഹയർ ചെയ്ത് കമ്പനിയിൽ ജോലിക്കാരിയാക്കി വെച്ചു. ഇവരും ജോലിക്ക് പോയി. പക്ഷേ ആ കമ്പനിയിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഭയങ്കര ഡ്യൂബിയസ് ആയിട്ട് തോന്നിയത് കൊണ്ട് അന്ന് മുതൽ ഇവർ അതിൻ്റെ ഉള്ള ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് വെച്ചിരുന്നു എന്നുള്ളത് പല സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് അന്ന പറഞ്ഞതായിട്ട് വീഡിയോസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പം അഞ്ജലി ഒരാൾ. അടുത്തത് റോയ്, ഇതിൻ്റെ ന്യൂസ് 18 നമ്മളെ ഹോട്ടൽ നമ്പർ 18 ഓണർ. ഓക്കെ, പിന്നെ ഷൈജു. ഈ ഷൈജു ഐ തിങ്ക് ഈസ് എ മിഡിൽ മാൻ. ഓക്കെ, ഷൈജുവും അഞ്ജലിയും തമ്മിൽ റിലേഷനിലാണെന്നുള്ളതൊക്കെ അന്നയോട് പറഞ്ഞു എന്ന് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മൊത്തം സിനാരിയോ ഈ ഒരു ഒറ്റ ബൈറ്റ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു കമ്പനി, ഒരു പേപ്പറിൽ ഒരു ഡമ്മി കമ്പനി തുടങ്ങി വയ്ക്കുക. അത് റിക്രൂട്ട്മെൻ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് പ്രൊമോഷൻ ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം തുടങ്ങാം. സ്ത്രീകളെ കൂടുതലായിട്ട് അതിലേക്ക് എടുക്കുക. അതും എങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ആളുകൾ അറിയോ? ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണം, നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ലൈഫിൽ ഭയങ്കര ഒരു അപ്പർ ക്ലാസ് ലിവിങ് വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സ്ത്രീകളെ ഹയർ ചെയ്യാം ജോലിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ മീറ്റിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് പാർട്ടിയിൽ കൊണ്ടുപോയിടുക. ഫൈൻ. അങ്ങനെ പാർട്ടിയിൽ കൊണ്ടുപോയി ഇടുമ്പോൾ അവിടെ കുറേ സെലിബ്രിറ്റീസ് കാണും, അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽഡ് ബിസിനസ്സുകാർ കാണും. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ഇവർ ആ പാർട്ടി ആംബിയൻസിൽ വൈബിൽ ആ കമ്പനിയിൽ നിന്ന് ഇവർ മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ പാവങ്ങളെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ ബിസിനസ്സുകാരുടെയും അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽഡ് സെലിബ്രിറ്റീസിൻ്റെയും മുന്നിൽ അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ ശരീര കച്ചവടം. ഈ സ്കീമിന് കൊണ്ടുപോയ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അന്നയ്ക്ക് ഇത് കുറച്ചും കൂടി മനസ്സിലായതുകൊണ്ട് അന്ന കുറച്ചും കൂടി കെയർഫുള്ളായിട്ട് ഒന്ന് വലിയാൻ നോക്കി. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ പറയും, ഈ ഷൈജു എന്ന് പറഞ്ഞ വ്യക്തി റോയെ വിളിച്ച് പറയുന്ന കുറച്ച് പെൺകുട്ടികളായിട്ട് വരുന്നു. മനസ്സിലായി? ഈ അഞ്ജലി ഇവരെ എടുത്ത് കൊണ്ടുപോകുന്നു. ഒരു സിറ്റുവേഷനിൽ ഇവരെ ബാക്കി ഫാമിലി ആരും ഇല്ലാത്ത രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തി പിന്നെ അവരെടുത്ത് കൊണ്ടുപോകുന്നു. ഇതെന്നൊക്കെ ഒരു ടോട്ടലി ഒരു സാധാരണക്കാരൻ ഇത് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി. തന്നെയാവും നിങ്ങൾക്ക് മോസ്റ്റ് മെജോറിറ്റിക്കും തോന്നിയിട്ടുണ്ടാവുക. ഇതൊക്കെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രസം. ഇങ്ങനെ കുറേ പേപ്പറിൽ കുറേ കമ്പനികളുണ്ട്, അവിടേക്ക് കുറേ പേരെ ഹയർ ചെയ്യും. ആ ഹയർ ചെയ്തതിൽ തന്നെ സ്ത്രീകളിൽ പലരും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു അപ്പർ ക്ലാസ് ലിവിങ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ വല വെച്ച് പിടിച്ച് ഇതേപോലെ കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും. അതിന്ന് മിഡിൽ മാൻ കളിച്ചിട്ട് കുറേ പൈസ ഉണ്ടാക്കും. പച്ചയ്ക്ക് പറഞ്ഞാൽ മാമാപ്പണി. മനസ്സിലായോ? കള്ള്, ലഹരി, മാമാപ്പണി, ഇതന്നെ പരിപാടി. അപ്പോൾ ഈ ഒരു സ്കീമിലാണ് അന്ന് നമ്പർ 18 ഹോട്ടലിൽ നടന്നത് എന്നുള്ളതെന്നാണ് എനിക്ക് പേഴ്സണലി ഇന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി ഇതൊന്നുമല്ല, ഇനി ലഹരി ഒഴികെ വഴികളൊക്കെ ഇവർ പറയുന്നുണ്ട്. പിന്നെ ഇവർ കുറേ സെലിബ്രിറ്റീസിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. വെറുതെ അല്ല ഇവരെ ഇപ്പോൾ ഈ പറഞ്ഞ വിസ സ്കാമിൽ മാത്രമല്ല, ഇവർ വീഡിയോ പറഞ്ഞ പോലെ ഇവരെ മൊത്തത്തിൽ തട്ടാനും ചിലപ്പോൾ അമ്മമാരൊക്കെ മടിക്കില്ല. അല്ല, ഏത് നേരത്തെ എപ്പോൾ വേണമെങ്കിലും ഇവരെ കയ്യിലുള്ള അന്നത്തെ രാത്രിയത്തെ വിഷ്വൽസോ അന്നുണ്ടായിരുന്ന സെലിബ്രിറ്റീസിൻ്റെ ഐഡൻറ്റിറ്റിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഇവന്മാരൊക്കെ ഉണ്ടല്ലോ. ഈ അഞ്ജലി ഉണ്ട്, ഈ പറഞ്ഞ റോയും ഉണ്ട്, ഷൈജു ഉണ്ട്, എല്ലാവരും ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? കേസ് രണ്ടാൾ മരിച്ച കേസില്ല, രണ്ടാളും ഇല്ല. കാര്യങ്ങൾ അറിയുന്ന ഇവരിപ്പോഴും ഉണ്ട്. അപ്പോൾ പിന്നെ ഇവർ തീർക്കാൻ നോക്കൂലോടെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റോയി അവിടെയുള്ള, അതായത് 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും പാർട്ടീൻ്റെ നേച്ചർ മാറുകയാണ്. എല്ലാവരും ലഹരിയുടെ ഒരു മൂർധന്യാവസ്ഥയിലൊക്കെ. അവിടെ ചെറിയ കുട്ടികളും മുതിർന്നവരും ഒക്കെ കുറേ ഉണ്ടായിരുന്നു. പെൺകുട്ടികളാണ് കൂടുതലായിട്ടുമുള്ളത്. അവർക്കൊക്കെ അവരുടെ മേത്ത് ഡ്രസ്സ് ഉണ്ടോ, അവരുടെ മേത്ത് ആരൊക്കെ പിടിക്കുന്നുണ്ടെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ്. റോയി ആ അവസരം നല്ലോണം മുതലെടുത്ത് അവരോടൊക്കെ നല്ല രീതിയിൽ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിച്ച് ഞങ്ങളൊരു മൂലയ്ക്ക് മാറിയിരുന്നു. റോയി ഞങ്ങളെയും ഡാൻസ് കളിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പോയില്ല. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഈ റോയി കാണിക്കുന്ന ചേഷ്ടകളൊക്കെ കണ്ട് പേടിച്ച് ഞങ്ങൾ കൂകിയിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നിന്നപ്പം അവിടുത്തെ ട്രോൾമാൻമാർ, അവിടുത്തെ തന്നെ ജീവനക്കാരാണ് പബ്ബിൻ്റെ, അവർ നമ്മളെ പുറത്തിറങ്ങാൻ
സമ്മതിച്ചില്ല. എന്നിട്ട് ഞങ്ങൾ വാശി പിടിച്ച് പുറത്തിറങ്ങിയപ്പം അഞ്ജലി ഷൈജു ഞങ്ങളുടെ കൂടെ തന്നെ പോകുന്നു. അപ്പോഴും നമുക്ക് തോന്നിയത് റോയി മദ്യപിച്ചതിൻ്റെ പേരിൽ നമ്മളോട് മിസ്ബിഹേവ് ചെയ്തതായിരിക്കും, അല്ല അവിടെ ഉള്ളവരോട് മിസ്ബിഹേവ് ചെയ്തതായിരിക്കും എന്ന് ഓർത്ത് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ ലിഫ്റ്റ് കയറ്റി നേരെ കൊണ്ടുപോകുന്നത് ആഫ്റ്റർ പാർട്ടിയിലാണ്. ഇങ്ങനെ ആഫ്റ്റർ പാർട്ടി എന്നാണ് ഇങ്ങനെ ഇതിൻ്റെ ഒരു പേര് എന്ന് പോലും നമ്മൾ അറിയുന്നത് മോഡൽസിൻ്റെ മരണത്തിന് ശേഷമാണ്. അങ്ങനെ ആഫ്റ്റർ പാർട്ടി കൊണ്ടുപോയപ്പം അവിടെയും കുറച്ച് വേണ്ടാത്ത ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പം എന്തൊക്കെയോ സാധനങ്ങൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നുണ്ടല്ല. ഇപ്പം നമുക്ക് അവിടെ ഒരു കംഫർട്ടായി തോന്നാൻ ഞാൻ എല്ലാവരും പിടിച്ചിറക്കി, നമ്മുടെ കൂടെ വന്ന കുട്ടികളെ പിടിച്ചിറക്കി പുറത്തേക്ക് വന്ന് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്ക് ലിഫ്റ്റിൽ നിന്ന് റോയും ഷൈജുവും വേറൊരു ഹിന്ദിക്കാരനും കൂടെ കയറി വന്നു. റോയിൻ്റെ കയ്യിൽ വേറൊരു റൂമിൻ്റെ കീ ഉണ്ടായിരുന്നു. പറഞ്ഞു നിന്നോട് ആരാ? അഞ്ജലിയും റോയും ഷൈജുമായിട്ട് ഉടക്കി. റോയ് ഷൈജുവിനോടും അഞ്ജലിനോടും ഉടക്കിയിട്ട് പറഞ്ഞു ഇവരെ ഈ റൂമിലേക്ക് കൊണ്ടുപോകാൻ ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ ഇവർക്ക് ഇപ്പുറത്തെ റൂമാണ്, അവർക്കുള്ള ഫുഡ് വരെ അവിടെ റെഡിയാണ്, വാ കുട്ടികളെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ റോയിനെ കണ്ടപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് പേടിയായി. റോയി അങ്ങനെ ബിഹേവ് ചെയ്ത ഒരാളെ പിന്നെയും കാണുമ്പോൾ നമുക്ക് പേടിയായി. ഞങ്ങൾ ലിഫ്റ്റ് ഇറങ്ങി ഞങ്ങൾ ഒരു തരത്തിൽ അവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല. റോയി ഭയങ്കരമായി നിർബന്ധിച്ചു, ഷൈജു അഞ്ജലി നിർബന്ധിച്ചു, ഞങ്ങൾ കൂട്ടാക്കിയില്ല. ഞങ്ങൾ താഴെ റിസപ്ഷനിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അഞ്ജലിയും ഷൈജുവും വന്നിട്ട് പറഞ്ഞു, ഷൈജു പറഞ്ഞു ഇത് പറ്റില്ല കേട്ടോ, ഡാർക്ക് സീനാണ്, റോയിച്ചിനെ ഡാർക്കാക്കി ഇവിടുന്ന് പോകാൻ പറ്റില്ല, കാരണം എൻ്റെ അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറേ ഞങ്ങൾ ഇതാക്കി നിർബന്ധിച്ചു. അവിടെ തുടരാൻ വേണ്ടി ഞങ്ങൾ സമ്മതിച്ചില്ല. ഞങ്ങൾ ഷൈജുവിൻ്റെ കാറിൽ പോയിരുന്ന് അപ്പോൾ അഞ്ജലിയും ഷൈജുവും പറഞ്ഞു ഞങ്ങൾ പാർട്ടി കംപ്ലീറ്റ് ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറിപ്പോയി. കുറേ കഴിഞ്ഞിട്ടും വന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ അഞ്ജലിയും വേറൊരു പെൺകുട്ടിയും കൂടെ വന്ന് ആ പെൺകുട്ടി ഞങ്ങൾ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു. സെലിൻ എന്നാണ് പേര്, ഒരു മംഗ്ലീഷാണ് സംസാരിക്കുന്നത്, ഫ്ലുവൻറ്റ് മലയാളമല്ല. വന്നിട്ട് ഞങ്ങളോട് നിങ്ങൾ എന്തിനാ ഗേൾസ് ഇതൊക്കെ കണ്ട് പേടിക്കുന്നത്, ഇവിടുന്ന് നെഗറ്റീവായി പോയിട്ട് റോയിച്ചിന് വിഷമാകും, നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല, സോറി, നിങ്ങൾ വന്നിട്ടൊന്ന് ബായ് പറഞ്ഞിട്ട് പൊക്കോ, ഷൈജുവിനെയും കൂട്ടി പൊക്കോ, അല്ലെങ്കിൽ ഷൈജു വരില്ല എന്ന് തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ഷൈജു വാശി പിടിച്ചപ്പോൾ നമ്മൾ പബ്ബിൽ വീണ്ടും ബാക്കിൽ കൂടെ കയറി. കാരണം നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം, പുലർച്ചെ 2 മണിയൊക്കെ ആവാനായപ്പം എങ്ങനെയും പോകണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബാക്കിലൂടെ പോയി, എല്ലാവരും പോയി. അപ്പോഴും നമ്മളെ ഭക്ഷണം കഴിക്കാനൊക്കെ നിർബന്ധിച്ചെങ്കിലും ഞങ്ങൾ കഴിക്കുകയൊന്നും ചെയ്തില്ല. ഞങ്ങൾ റോയി അവിടെ നിന്ന് കരോക്കെ പാട്ട് വെച്ചൊക്കെ പാടുന്നുണ്ടായിരുന്നു, പാട്ടൊക്കെ പാടി നമ്മളൊന്ന് എന്താ പറയുക നമ്മുടെ മനസ്സിലുണ്ടായ നെഗറ്റീവ്സ് മാറ്റി, അതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് വീണ്ടും വണ്ടി കയറിയപ്പം ഷൈജു അഞ്ജലി ഞങ്ങളുടെ കൂടെ വന്നു. പിന്നെ അവിടുന്ന് ഷൈജു വീണ്ടും ബിയർ വേണമെന്ന് വാശി പിടിച്ചപ്പോൾ അഞ്ജലി അത് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. കുറേ കഴിഞ്ഞിട്ട് അഞ്ജലിനെ കാണാണ്ടായപ്പോൾ ഞാൻ പോയി നോക്കി. അപ്പോഴും ഞാൻ കുറേ നെട്ടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് എനിക്ക് ശബ്ദം പോലും പുറത്ത് വരാതെ ഞാൻ തിരിച്ചു വന്ന് വേഗം കാറി കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ അഞ്ജലിയും വന്നു. പിന്നെയും നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഷൈജുവിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കാമെന്ന്. ഞങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താമസ സ്ഥലത്ത് എങ്ങനെയും എത്തിച്ചേർന്ന് ഭക്ഷണം കഴിച്ച് താമസ സ്ഥലത്ത് എത്തിച്ചേർന്ന്. ഇവരിത്രയും പറഞ്ഞതെന്ന് ആ മോഡൽസിന് ആ രാത്രി എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയോ? ഇനി ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞു തരട്ടെ. ഇതേപോലെ മോഡൽസും ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചിട്ടായിരിക്കാം നമ്പർ 18 പോയത്. ഓബിയസ്ലി അവരും സെലിബ്രിറ്റീസാണ് ആ ടൈമിൽ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പാർട്ടി അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കോമൺ ആണ്. അങ്ങനെ അവർ പോയി കാണും. ലഹരി അടക്കം ബാക്കി പല കാര്യങ്ങളും അവിടെ ഒഴുകി കാണും. മേ ബി ലഹരി അല്ലെങ്കിൽ ഈ പറഞ്ഞ പാർട്ടി വൈബ് എന്നുള്ളതിലുപരി ഓക്കെ ആഫ്റ്റർ പാർട്ടിക്കോ ബാക്കി പരിപാടികൾക്കോ അവർ റെഡിയായി കാണില്ല. അപ്പോൾ അവരെ പ്രസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്, പുഷ് ചെയ്യുക, പ്രസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. മേ ബി അവിടുത്തെ ഏതെങ്കിലും ഹൈ പ്രൊഫൈൽഡ് സെലിബ്രിറ്റിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരിൽ ആകൃഷ്ടനായി അവരെ വേണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആവുന്ന സമയത്ത് ഇതിനിടയിൽ നിൽക്കുന്ന ഷൈജുവിനോ റോയിക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവരെ പുഷ് ചെയ്യിക്കാം. അതിനുവേണ്ടിയായിരിക്കാം ചിലപ്പോൾ ഇവരെ ഈ പറഞ്ഞ കാറിനെ ചേസ് ചെയ്തത്. ഇത് ചേസ് ചെയ്ത് വരുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഇവർ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അവർ കാറെടുത്ത് ഓടിയത്. മേ ബി അതിൽ നമുക്ക് എന്ത് കോൺസ്പിറസി വേണമെങ്കിലും ഇതിൽ പറയാം, ചിന്തിക്കാം നമുക്ക്. കാരണം അന്ന പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ ഹോട്ടലിൽ ഇതിനു മുമ്പ് അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് മാച്ച് ചെയ്ത് നമുക്ക് നോക്കുമ്പോൾ ഇത് സംഭവിക്കാവുന്നൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ഓടി രക്ഷപ്പെട്ട അവരെ ഇവർ കൺവിൻസ് ചെയ്യാൻ വേണ്ടി പിന്നെയും പോകുമ്പോൾ അവർ മാക്സിമം പിന്നെ ഓൾറെഡി ആ വണ്ടി ഓടിക്കുന്ന ആൾ വെള്ളം അടിച്ചായിരിക്കുന്നത്, മനസ്സിലായോ? ബാക്കിൽ വരുന്ന വണ്ടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി വിട്ടതായിരിക്കും അത്രയും സ്പീഡിൽ അവിടെ പോയി അപകടം സംഭവിക്കും. ഇതാണ് എനിക്ക് തോന്നുന്നൊരു കോൺസ്പിറസി ഇതിനകത്ത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് മാധ്യമങ്ങളടക്കം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പോലീസിനോടും സിസ്റ്റത്തിനോടും. അതിനൊന്നും ഉത്തരം കൊടുക്കാൻ പോലീസുകാർക്കും പറ്റിയില്ല, അതിന് കണ്ടുപിടിക്കാനും ആർക്കും പറ്റിയില്ല. കേസിൻ്റെ വഴിക്ക് അങ്ങനെ പോവുകയും ചെയ്തു. ഇവരൊക്കെ ഇപ്പോൾ ഇപ്പോഴും സ്റ്റിൽ ഓൾമോസ്റ്റ് ഇതേ പണി തന്നെ ഇപ്പോൾ എല്ലാവരും എടുക്കുന്നതെന്നുള്ളതാണ് ഞാൻ വേറൊരു സർക്കിളിൽ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കമ്പനി തുടങ്ങി ഇതേമാതിരി സ്ത്രീകളെ കൂടുതൽ കമ്പനിയിലേക്ക് എടുക്കുന്ന ഒരു പരിപാടി അപ്പുറത്ത് അഞ്ജലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ ഇതേ പരിപാടി മിഡിൽമാൻ അടിച്ച് പോകുന്ന ഷൈജു, റോയ് പിന്നെ റോയിൻ്റെ വഴിക്ക് ഇതേ നമ്പർ 18 പരിപാടികളായിട്ട് അങ്ങനെ പോകുന്നു. DJ പാർട്ടി കഴിഞ്ഞിറങ്ങിയ ആൻസി കബീറിനോടും സുഹൃത്തുക്കളോടും അവിടെ മുറിയെടുത്ത് താമസിക്കാൻ സൈജു ആവശ്യപ്പെടുന്നു. ഇവരുമായി സൗഹൃദമോ മുൻ പരിചയമോ സൈജുവിനില്ല. പിന്നെ എന്തിന് ആവശ്യപ്പെട്ടു? മറ്റാരുടെയെങ്കിലും പ്രേരണ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നോ? എന്തിനു വേണ്ടിയാണ് സൈജു ഇവരുടെ വാഹനത്തെ പിന്തുടർന്നത്? ആരു പറഞ്ഞിട്ടാണ് കുണ്ടന്നൂരിൽ വാഹനം തടഞ്ഞു നിർത്തി മറ്റേതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കാൻ ആവശ്യപ്പെട്ടത്?
എന്തിനാണ് സൈജു ഇവരുടെ വാഹനത്തെ ചേസ് ചെയ്തത്? മുന്നിൽ പോയ വാഹനം അപകടത്തിൽപ്പെട്ടെന്നറിഞ്ഞിട്ടും ഇയാൾ നിർത്താതെ മുന്നോട്ടു പോയി. ഇടപ്പള്ളിയിലെത്തി തിരിച്ചുവന്ന് വിവരങ്ങൾ തിരക്കി. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൻസി കബീറും സംഘവും അപകടത്തിൽപ്പെട്ടെന്ന് സൈജു ആദ്യം വിളിച്ചു പറയുന്നത് നമ്പർ 18 ഹോട്ടലിന്റെ ഉടമയായ റോയി വയലാട്ടിനെയാണ്. അത് എന്തിനു വേണ്ടിയായിരുന്നു? മരിച്ചവരെയും പരിക്കേറ്റവരെയും ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷവും വിവരങ്ങൾ തിരക്കി സൈജു എന്തിന് അവിടെയും എത്തി? പിന്നീട് പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്തു കാരണം കൊണ്ടാണ്? അപകടമരണമെന്ന് പോലീസ് ഉറപ്പിക്കുമ്പോഴും ദേശീയപാതയിൽ മത്സരയോട്ടം നടന്നെന്നും വ്യക്തം. എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം? ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്? ആൻസി കബീറിന്റെയും സുഹൃത്തുക്കളുടെയും മരണത്തിന് തൊട്ടടുത്ത ദിവസം ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ നീക്കം ചെയ്തത് എന്തിനാണ്? ഓടിക്കാരിൽ സൈജു ഇവരെ പിന്തുടർന്നതിനും ഹോട്ടലിലെ എന്തെങ്കിലും സംഭവങ്ങളുമായി ബന്ധമുണ്ടോ? റോയി വയലാട്ടിന്റെ നിർദ്ദേശപ്രകാരമാണോ സൈജു പിന്തുടർന്നത്? DJ പാർട്ടിക്കിടെ യുവതികളും ചില അജ്ഞാതരുമായുണ്ടായ കശപിശ എന്തിനായിരുന്നു? DJ പാർട്ടി നടന്ന ഹാളിലും തൊട്ടടുത്ത ഇടനാഴിയിലും ലഹരിമരുന്ന് ഉപയോഗം നടന്നു. ഇത് മറയ്ക്കാനാണോ ദൃശ്യങ്ങൾ നീക്കം ചെയ്തത്? DJ പാർട്ടിയിൽ VIP ആരെങ്കിലും പങ്കെടുത്തിരുന്നോ? മറ്റു പ്രമുഖരാരെങ്കിലും പേര് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ അന്നവിടെ താമസിച്ചിട്ടുണ്ടോ? അവരുടെ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനാണോ ദൃശ്യങ്ങൾ മാറ്റിയത്? DJ പാർട്ടിയിൽ പങ്കെടുത്തവരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് ദൃശ്യങ്ങൾ നീക്കിയതെന്ന ഹോട്ടൽ ഉടമയുടെ വാദം എത്ര കണ്ട് വിശ്വാസയോഗ്യമാണ്? അപകട വിവരം സൈജു ആദ്യം അറിയിച്ചവരിൽ ഒരാൾ റോയ് വയലാട്ടായിരുന്നു. ഹോട്ടൽ ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദിവസങ്ങൾക്ക് ശേഷം റോയ് വയലാട്ടിനെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളുമായി വരണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും റോയ് എത്തിയത് വെറും കൈയോടെ. എന്നിട്ടും പോലീസ് ദൃശ്യം പിടിച്ചെടുത്തില്ല. റോയ് വയലാട്ടിന്റെ ഔദാര്യത്തിന് കാത്തുനിന്നു. CCTV ദൃശ്യങ്ങൾ എല്ലാം കിട്ടിയെന്ന് ആദ്യം പറഞ്ഞ പോലീസ് പ്രധാന ദൃശ്യങ്ങൾ അടങ്ങിയ DVR റോയ് വയലാട്ടിന്റെ നിർദ്ദേശപ്രകാരം കണ്ണങ്ങാട്ട് പാലത്തിൽ വെച്ച് പുഴയിലെറിഞ്ഞ് നശിപ്പിച്ചെന്ന് മാറ്റിപ്പറഞ്ഞു. പുഴയിലെറിഞ്ഞ തെളിവിനായി ുന്നുണ്ട്. കേരളം ഇനി എത്ര അറിയാൻ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. കാരണം ഹൈ ലെവൽ VIP VVIP ടീമുകളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി. പോലീസുകാരാണെന്നുണ്ടെങ്കിലും ഇനഫ് ടൈം അന്ന് റോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ CCTV വിഷ്വൽസ് മൊത്തം എടുത്തു മാറ്റാനും അതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാനും. കാരണം അയാളകത്ത് പോയാലും റോയ് അകത്ത് പോയാലും വിഷയമല്ല, അവിടെ വന്ന ആളുകളുടെ പ്രൊഫൈൽ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് ഈ CCTV അല്ലാതെ വേറൊരു സാധനം അതിനകത്തില്ലല്ലോ. അപ്പോൾ CCTV എന്ന് പറഞ്ഞ സംഗതി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ പണിപാളി, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഇവർ പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്ന അന്ന. ഓക്കെ, അന്ന ചിലപ്പോൾ അന്ന പോയ ദിവസമുള്ള അതേ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ കണ്ട മുഖങ്ങളോ ആണ് ഈ മോഡൽസ് മരിച്ച ദിവസമുള്ളത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സിറ്റുവേഷൻ സിമിലറാണ്, മനസ്സിലായോ? ആ നമ്പർ 18 ആ പാർട്ടി അറ്റ്മോസ്ഫിയർ സിമിലറാണ്. കള്ളും ലഹരി, അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാംസക്കച്ചവടമൊക്കെ ആയിട്ട് സാധനം ഓണാണ് അവിടെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഓബ്വിയസ്ലി ഇവർക്ക് വരാവുന്ന ഭീഷണികളും വന്ന പണികളുമാണ് ഇപ്പോഴും ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ വ്യക്തികളൊക്കെ തന്നെയാണ് ഈ അന്നയെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും അവർക്കുള്ള പണികൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈവൻ അവരൊരു, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞത് ഇതേ ടീം തന്നെയാണ് ഈ വിസ തട്ടിപ്പിൻ്റെ സംഗതി ഇവരുടെ തലയിൽ വെച്ച് കൊടുത്തത്. ഇവരുടെ ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് വഴി അന്ന് പൈസ കൊടുത്തു. പിന്നെ പൈസ തിരിച്ചു വന്നു. ഓസ്ട്രേലിയയിൽ പോകാൻ വേണ്ടിയിട്ട് വേറൊരു ടീമിനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ ആ ഒരു 3 ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻ്റെ മുകളിൽ ഇവർക്ക് 40 ലക്ഷത്തിൻ്റെ FIR കേസും വന്നു. അത് ഇവർക്കത് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇവരത് ആ രീതിയിൽ പെടുത്തണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പിന്നിൽ 10 ലക്ഷം വാങ്ങിയാൽ ഏത് ചെയ്തതാണ് ഇവർക്കെതിരെ കേസ് എന്നുള്ളതൊക്കെയാണ് അവരെന്നോട് പേഴ്സണലി പറയേണ്ടത്. പക്ഷെ അവർ പറയുന്നതും അല്ലെങ്കിൽ അന്ന് അവർ എന്തൊക്കെ മീഡിയ പറഞ്ഞു, അവരെന്തൊക്കെ കണ്ടിട്ടുണ്ട്, അവരെന്തൊക്കെയാണ് അവിടെ കണ്ടേന്നുള്ളത് സ്റ്റിൽ അവർ കംപ്ലീറ്റ്ലി പുറത്ത് പറയാത്തടത്തോളം കാര്യം അവർക്ക് അപകടമാണ്. ഇതൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ
അന്ന പറയുന്ന കാര്യങ്ങളിൽ അന്ന പറയുന്ന സംഗതികളിൽ എന്തുണ്ട്, കുറച്ചൊക്കെ ഒരു ക്ലാരിറ്റി കൂടുതലുണ്ട്. മനസ്സിലായില്ലേ? കാരണം അവരെ തീർക്കാൻ നടക്കുന്നവർ അവരെ ഏത് വഴിക്കും തീർക്കും, അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കും. ഫസ്റ്റ് ചെയ്യുക ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുകയാണ്. കാരണം വിസ സ്കാമിൽ പെട്ട ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു കപ്പിൾ എന്ന് പറയുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി പോകും ഒന്ന്. പിന്നെ അവർ ലോകത്തിന് മുന്നിൽ വന്നിട്ട് ഇനി നമ്പർ 18 നടന്ന എന്ത് കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചാലും അന്ന് പറഞ്ഞത് വെച്ച് നോക്കിയാലും പറയും ഇന്നോ ഇവർ കള്ളന്മാരാണ്, അപ്പോൾ അവർ അന്നും കള്ളന്മാരായിരിക്കും എന്ന് പറയും. ഈ അഞ്ജലി പല സാഹചര്യങ്ങളിലായിട്ട് വീഡിയോ ഇട്ടിട്ട് അന്നയ്ക്കെതിരെ പല ആരോപണങ്ങളും നടത്തിയിട്ടുണ്ട്. മനസ്സിലായോ? മകളെയും കൊണ്ട്, പ്രായപൂർത്തിയാവാത്ത മകളെയും കൊണ്ട് എന്തിന് പാർട്ടിക്ക് ഇവർ പോകുന്നു, ഇവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള കുറേ കാര്യങ്ങൾ അഞ്ജലി അന്നയുടെ നേരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് പിന്നെ ഈ നമ്പർ 18 എന്നൊക്കെ മാറി അഞ്ജലി വേഴ്സസ് അന്ന എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ ഒരു ടൈമിൽ പോയതായിട്ട് ഇപ്പോൾ ഞാൻ പഴയ ടൈം ലൈൻ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പല സാഹചര്യത്തിലും അത് അങ്ങനെ പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന കുറേ വട്ടം ഈ അഞ്ജലി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ലഹരി ഉപയോഗത്തിനെക്കുറിച്ചും അവരുടെ ഡീലുകളെ കുറിച്ചിട്ടും പല സാഹചര്യത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 2021 കൊറോണ കഴിഞ്ഞ് 2022 എന്നൊക്കെ പറഞ്ഞാൽ ഈ റീസെൻറ്റ് ടൈംസാണ്. അന്നേ ഈ പറഞ്ഞ മാതിരി ലഹരിയൊക്കെ മേത്തിട്ട് അവിടുന്ന് നക്കി മണത്ത് കൊടുക്കുന്ന രീതിയിലുള്ള അത്രയും എക്സ്ട്രീം ലെവൽ ഓഫ് പരിപാടികൾ അവിടെ പാർട്ടിക്ക് ഇടയിലൊക്കെ നടന്നത് കണ്ടു എന്നാണ് അവർ പറയുന്നത്. ഇവൻ പന്തിരങ്കാവ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ബൾക്കായിട്ട് വൈറ്റമിൻ സി ടാബ്ലറ്റ് വാങ്ങുകയും അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് കളയുകയും, കാരണം ഞാൻ താമസിച്ചിട്ട് തൊട്ട് താഴെ തന്നെയായിരുന്നു അവർ താമസിച്ചിരുന്നത്, കളയുകയും അതിൻ്റെ ഉള്ളിൽ പന്നി നിറച്ചിട്ട് വേറെ എന്തോ ഒരു കൽക്കണ്ട പോലത്തെ സാധനം കൂടിയ അളവിൽ വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത്, ഞാൻ എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ചോദിക്കുന്നൊരു, എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് എൻ്റെ അമ്മ BP കംപ്ലൈൻ്റ് ആയിട്ട് മരിച്ചതാണ്, അപ്പം എനിക്കും ഈ കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പം അതുകൊണ്ട് എനിക്കിതില്ലാതെ പറ്റില്ല, ഇത് ഹൈദരാബാദിൽ നിന്ന് ബൾക്കായിട്ട് വരുന്നതെന്ന്. കൊടുവള്ളി, താമരശ്ശേരി എന്നിടങ്ങളിൽ പോയിട്ടായിരുന്നു ഇവരിത് ശേഖരിച്ചിരുന്നത്. അവർ ഓഫീസിൽ വരുന്നതിനേക്കാളും കൂടുതൽ അവരുടെ ഫ്ലാറ്റുമായി കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ഇടപാടുകൾ മുഴുവൻ നടന്നത്. ഹണി ട്രാപ്പ് ഉണ്ടെന്ന് ഞാൻ അറിയുകയും ചെയ്തു. അവരുടെ ഒരു കൂട്ടുകാരിനെയാണ് ഈ അടുത്ത് അതിന് ബന്ധപ്പെട്ട ലാൻഡ്മാർക്ക് നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിരുന്നു. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ളവരെ മദ്യം കൊടുത്ത് ബ്ലാക്ക് മെയിലിംഗ്, അതായത് വേണ്ടാത്ത ദൃശ്യങ്ങൾ പല പെൺകുട്ടികളുമായി ചേർന്നെടുത്തിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടുന്നു. ആദ്യത്തെ പ്രാവശ്യം കയറിയപ്പോൾ ഈ കുട്ടികളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെയാണ് കയറിയത്. ആ സമയത്ത് നമുക്കിത് വലിയ ലഹരിയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഗ്രാനുൾസ്, തേങ്ങില് പോലത്തെ കുറേ ഉണ്ടായിരുന്നു, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു ഇത്രയുള്ള ഒരു കുപ്പിക്കകത്ത് എന്തോ സാധനം മുക്കിയിട്ട്, സിഗരറ്റ് മുക്കിയിട്ട് വലിക്കുന്നുണ്ടായിരുന്നു. അതിൽ അഞ്ജലിയും അതിനകത്ത് നല്ലോണം ജോയിൻ ചെയ്തു. ഷൈജു ഉണ്ടായിരുന്നില്ല. അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര എന്തോ പോലെ തോന്നിയ ലഹരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എത്തി. അത് കഴിഞ്ഞ് ഷൈജു തങ്കച്ചൻ കസ്റ്റഡിയിൽ ഇറങ്ങിയ ഷൈജു തങ്കച്ചൻ അഞ്ജലിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അഞ്ജലിനെ ഫോർട്ട് കൊച്ചിൻ സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഞാൻ അഞ്ജലിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അഞ്ജലി ഭയങ്കര ഫെഡപ്പായി. അപ്പോൾ എനിക്ക് തോന്നി അഞ്ജലിക്ക് ഇതിൽ ഭയങ്കര പങ്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഓരോ ദിവസവും ഷൈജു തങ്കച്ചനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ പുറത്തിറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ കൊച്ചിയിൽ ഇതുപോലെ തന്നെ ഒരാളുണ്ട് കുട്ടികളെ എത്തിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല പേടിയായി. ആ ദിവസം തന്നെ ഞാൻ കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർ അടുത്ത് പോയിട്ട് ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ചു. അത് അഞ്ജലി അറിയുകയും എൻ്റെ മുമ്പിലിട്ട് ഒരാളെ നല്ല മൃഗീയമായിട്ട് അടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്തിട്ട് അന്നയ്ക്ക് കൊടുക്കേണ്ടത് നിനക്ക് തന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് നമ്മുടെ എക്സൈസുകാർ വന്നു. അവരെനിക്ക് കുറേ പിക്ചേഴ്സ് കാണിച്ചു തന്നു. അതിലൊക്കെ ഇതൊക്കെ അഞ്ജലിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടോ ചോദിച്ചു. ഇതൊക്കെ ഞാൻ അതിനെ ഭയങ്കര വലിയ അളവിൽ ഞാൻ അഞ്ജലിൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിരോധിച്ച ലഹരി മരുന്നുകളാണ്. ആ ഒരു നിമിഷത്തിലാണ് ഞാൻ അറിയുന്നത്. ഇതേ സാധനങ്ങൾ തന്നെയാണ് ഞാൻ നമ്പർ 18 കണ്ടിട്ടുണ്ടായിരുന്നത്. അഞ്ജലിനോട് ഞാൻ ആ സമയത്ത് ചോദിച്ചിരുന്ന സമയത്തൊക്കെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് BP ലോ ആണ്, അമ്മ BP ലോ ആയിട്ട് മരിച്ചതാണ്, അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള ഹൈദരാബാദിൽ നിന്ന് ബൾക്കായി കൊണ്ടുവരുന്ന ടാബ്ലറ്റുകളാണെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. കാരണം ഞാൻ ഈ കണ്ട ദൃശ്യങ്ങൾ അഞ്ജലിക്ക് ഭയങ്കര പേടിയുണ്ട്. അഞ്ജലിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കും വലിയൊരു പേടിയായിരുന്നു. അതിൻ്റെ പേരിൽ അഞ്ജലി എന്നെ നിരന്തരമായി വിളിക്കുകയും റോയ് എന്നെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ പറയുകയും അതിൻ്റെ പേരിൽ ഞാൻ അഞ്ജലിനോട് എൻ്റെ ഗോൾഡിൻ്റെ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഞ്ജലി എന്നെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നു. നമ്പർ 18 അന്ന് ഷൈജുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഫോട്ടോസ്, ഷൈജുവിൻ്റെ ഒപ്പം എന്നുള്ളതല്ല, ആ പാർട്ടിയിൽ ഷൈജു ഉണ്ടായിരുന്നില്ല അതിനകത്ത്. പക്ഷേ എന്നാലും നമ്മൾ ഉൾപ്പെടെയുള്ള ആ പെൺകുട്ടികളത് എനിക്ക് എൻ്റെ കാര്യത്തിൽ അത്ര ഉൾക്കൊണ്ട് എനിക്ക് തോന്നിയില്ല. ആ കുട്ടികളുടെ അടക്കമുള്ള ഫോട്ടോസ് അഞ്ജലി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിലുള്ള സ്റ്റാഫിനും അവിടുത്തെ MDക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ബ്ലാക്ക് മെയിലിംഗ് രീതി തന്നെയാണ്. കാരണം എനിക്കത് ഇഷ്യൂ ഇല്ലെങ്കിലും പല കുട്ടികളും കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതൊക്കെയാണ് വീട്ടിൽ. അപ്പോൾ അവരുടെ വീട്ടിൽ കാണുമ്പോൾ അതൊരു ഇഷ്യൂ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തൊക്കെയോ പോസ്റ്റുകളൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇവളൊരു ബ്ലാക്ക് മെയിലിംഗ്. പിന്നെ ഇവൾ ഈ മോഡൽസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയ ശേഷം ഇവൾ വീണ്ടും എന്ത് ചെയ്തു, ഫേസ്ബുക്കിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടു, പിള്ളേരെ ഹയർ ചെയ്യുന്നു, പൂനെയിൽ ചെന്നൈയിലൊക്കെ ഓഫീസാണ്, താമസ സൗകര്യം ലഭ്യമാണെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ വേറൊരു യുവതി എന്നെ കോൺടാക്ട് ചെയ്യുകയും അഞ്ജലി അവർക്കും ഇതുപോലെ ഡ്രഗ് കൊടുത്തിട്ട് അവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്, കമ്മീഷണർ മുമ്പാകെ നിങ്ങൾ എങ്ങനെയാണ് പോയത്, എനിക്കും അങ്ങനെ പോകണം എന്നൊക്കെ എന്നോട് ചോദിച്ചു. അതും എൻ്റെ മനസ്സിലൊരു വേദനയായിട്ടുണ്ടായിരുന്നു. കാരണം അവർ ഭയങ്കര വിഷമത്തോടു കൂടിയായിരുന്നു എന്നോട് അത് പറഞ്ഞിരുന്നത്. ആ രീതിയിലുള്ള സാധനങ്ങൾ അന്ന് നടന്നില്ല, ഇന്നൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടാവും അവിടെയൊക്കെ. ഞാൻ പാർട്ടി അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്, അല്ലാതൊന്നും ഞാൻ പറയുന്നത് ഞാൻ പാർട്ടി അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം
വൈബിളുള്ളൊരു സംഗതി എൻ്റെ ശ്രദ്ധയിൽ കണ്ടിട്ടില്ല. ഞാൻ പോയ സ്ഥലത്ത് ഞാൻ അങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടില്ല. ഓക്കെ, അതിൻ്റെ ബിഹൈൻഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ അവിടെ പോയിട്ട് 2 തുള്ളലും തുള്ളിപ്പോരും. കള്ളു കുടിക്കാറില്ല, ഒരു പരിപാടിയില്ല. തുള്ളാൻ വേണ്ടി പോകും, തുള്ളി തിരിച്ചു പോരും. ആ വൈബ്, ആ ഒരു ആംബിയൻസ് ആസ്വദിക്കാമെന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്ന മോസ്റ്റ് ഓഫ് ദ പാർട്ടീസിൻ്റെ ബാക്കിലും ഇങ്ങനത്തേക്ക് മോട്ടീവ് ഉണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ ഇപ്പോൾ തോന്നിപ്പോവാണ്. മനസ്സിലായോ? അത് എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ കൊച്ചിയിലൊക്കെ ഇപ്പോൾ ഭയങ്കരമാണ്. പോലീസുകാരടക്കം സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരടക്കമാണ്. ഇപ്പോൾ സ്പാ കേസൊക്കെ പുറത്തു വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് ചില സ്പാകളുടെയൊക്കെ പിന്നിൽ പോലീസുകാരാണ് അധികം ഓണർഷിപ്പുള്ളത്, ഫണ്ടേഴ്സ് അവരാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഏറ്റവും എന്താ പറയുക ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പൊസിഷൻസിലിരിക്കുന്ന അല്ലെങ്കിൽ നിയമം സുഖമായിട്ട് കയ്യിലെടുത്ത് വെച്ച് അമ്മാനമാടാൻ പറ്റുന്നവരൊക്കെ ഇറങ്ങി തിരിച്ച് ലഹരിയും മാംസക്കച്ചവടവും ഇതേപോലുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വിഷയമാണ്. പിന്നെ ഇതേപോലുള്ള മേജർ ഇൻസിഡൻസ് ഉണ്ടാകുന്ന സമയത്ത് അതിലൊന്നും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ അൺഫോർച്ചുനേറ്റ്ലി കേരള പോലീസിന് പറ്റായിട്ടായിരിക്കില്ല, ഇതിനൊന്നും സമ്മതിക്കില്ല. ഇപ്പോൾ ഈ മോഡൽസിൻ്റെ ഈ ഒരു മരണവും ഇതിനെ തുടർന്നുള്ള പരിപാടികളും പ്രോപ്പറായിട്ടാണ് പോണേ. അന്ന പറഞ്ഞ കാര്യങ്ങളിൽ അന്നെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സിസ്റ്റം എന്നുണ്ടെങ്കിൽ അന്ന പോയ സമയത്തുണ്ടായിരുന്ന വിഷ്വൽസും അവിടെ കണ്ട കാര്യങ്ങളൊക്കെ തെളിവായിട്ട് കൊടുക്കുകയും എല്ലാം ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ മോഡൽസിൻ്റെ ഈ ഒരു വിഷയമൊക്കെ വളരെ സിമ്പിളായിട്ട് പോലീസിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടികളായിരിക്കും. മനസ്സിലായോ? അന്നത്തെ CCTV വേണ്ട, ഈ അന്ന പോയ സമയത്തുള്ള വിഷ്വൽസിൽ നോക്കിയാലും മതി, അതിലൊരു മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് മനസ്സിലാവുമല്ലോ. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടക്കില്ല. ഇവിടെ എങ്ങനെയാണ് പണമുള്ളവനും മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ ഉള്ളവനൊക്കെ ഇവിടെ എന്തും ചെയ്യാം. ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം. നമ്മളൊക്കെ ഒരു സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാലോ വണ്ടി മോഡിഫൈ ചെയ്തിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചാലൊക്കെ നമ്മളാണ് ഇവിടുത്തെ കൊടൂര ക്രിമിനൽസ് എന്നൊക്കെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇതാണ് വിഷയം. ഓക്കെ, കാരണം കുറച്ചധികം ദിവസമായിട്ട് എനിക്കിത് പേഴ്സണലി ഒരുപാട് പേര് അന്നയുടെ വീഡിയോസ് അയച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ വിളിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ചെയ്യേണ്ടതാണ്. കാരണം ഞാൻ അന്നത്തെ വിസയുടെ കേസിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കുറേ പേര് അങ്ങനെ അന്നത്തെ കേസ് മാത്രം വെച്ച് വീഡിയോ ചെയ്തവരുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഒന്ന് അവരെ വിളിച്ചു നോക്കി അവർ പറഞ്ഞു തരും ബിഹൈൻഡ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇനിയിപ്പോൾ ഈ വീഡിയോ ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഷൈജോ റോയോ അഞ്ജലിയൊന്നും നമ്മളെ കെട്ട് കയറാൻ വരാതിരുന്നാൽ അവർക്ക് നല്ലത്. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി, പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് അന്ന ജോർജിൻ്റെ വീഡിയോസിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ അവർ ഭയക്കുന്നതിൻ്റെ അന്ന ഗ്രേസിൻ്റെ വീഡിയോയുടെ പിന്നിൽ അവർ ഭയക്കുന്ന അവരുടെ ഭയത്തിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് പറയുന്നത് ഇറ്റ്സ് നമ്പർ 18 ഹോട്ടൽ മോഡൽ ആ ഇഷ്യൂ ആണ്.